ഇന്നലെ മുതൽ ഉണ്ടായ അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. അമേരിക്ക വളരെ കൃത്യമായി അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണം, മിസൈൽ ആക്രമണം കൃത്യമായി തന്നെ ഖമേനെയി എന്ന അവരുടെ പൊതുശത്രുവിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. സജീവൻ ആന്റണി, തുടരാം. രഞ്ജിത്തെ, എനിക്ക് കഴിഞ്ഞ 1979 മുതൽ ഇന്ന് വരെയുള്ള ഒരു വലിയൊരു കാലഘട്ടത്തിന്റെ ഒരു അന്ത്യമാണ് ഇന്ന് കുറിച്ചിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഇന്ന് കാലത്തെ മുഴുവൻ ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഇസ്രായേൽ അത് ഫാൾസായിട്ട് ക്ലെയിം ചെയ്തതാണോ, അമേരിക്ക അത് യുദ്ധത്തിന് തന്ത്രമായിട്ട് അത് ക്ലെയിം ചെയ്തതാണോ എന്നുള്ളൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് പക്ഷത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഒരു സ്ഥിരീകരണം വന്നതോടുകൂടി ഇത് 100% ഗ്യാരണ്ടി ആയി. ഖമേനിയുടെ ആ ഒരു കാലഘട്ടം ഇവിടെ അസ്തമിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതോടുകൂടി അമേരിക്കയുടെ ഒരു വലിയൊരു ടാർഗറ്റ്, അതായത് കഴിഞ്ഞ പല ദശാബ്ദങ്ങളായിട്ട് അമേരിക്കയുടെ ഒരു കണ്ണിലെ കരടായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് പല ഗവൺമെന്റുകൾ മാറി മാറി വന്നപ്പോഴും അപ്ലൈ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഏതായാലും ഈവൻ കഴിഞ്ഞ തവണത്തെ ബോംബാർഡ്മെന്റിൽ ഇങ്ങനെ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. എന്നാൽ അന്ന് നടക്കാത്ത കാര്യം ഇന്ന് നടന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായാലും ഇതോടുകൂടി ഈ ഒരു യുദ്ധം അവസാനിക്കുന്ന ഒരു പ്രതീതി എനിക്ക് കാണുന്നില്ല. കാരണം ഇവിടെ നിന്ന് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ, ഇന്റർനാഷണൽ മീഡിയയുടെ ഒരു ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരോട് ഒരു മിനിമം ഒരാഴ്ചയെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. കാരണം ഈ ഒരു സ്റ്റേജിൽ ഖമേനിയുടെ അന്ത്യം കഴിഞ്ഞെങ്കിലും ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു യുദ്ധം ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ട്രാറ്റജിക്കാരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നാമാവശേഷമാക്കാതെ ഒരു സാഹചര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇറാന് ഒന്നുകൂടെ റീകൂപ്പ് ചെയ്ത് റീഅലൈൻ ചെയ്ത് വരാനുള്ള ഒരു പോസിബിലിറ്റി ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഈ ഖമേനിയുടെ മരണത്തോടു കൂടി ഈ ഒരു യുദ്ധം ഇവിടെ അവസാനിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് മറ്റ് ഒബ്ജക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഭരണകൂടം മാറിയിട്ട് ഇവർക്ക് ഓപ്പോസിറ്റ് ഉള്ള റിജിം തിരിച്ച് അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇവിടെ നിന്നുള്ള ഒരു ഇന്റൻസ് നെഗോഷിയേഷൻ നടക്കുന്നുണ്ട്. എന്താണ് അമേരിക്ക ലക്ഷ്യം വെച്ച് നമുക്കറിയാം. അവിടെ മഡ്യൂറോയെ തടവുകാരനാക്കി ഇപ്പോൾ വിചാരണ നേരിടുന്ന ആളാണ്. പല രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പല ഭരണാധികാരികളെയും ഈ തരത്തിൽ മാറ്റുകയോ തടവിലാക്കുകയോ ചെയ്യുന്ന പശ്ചാത്തലം അതിപ്പോൾ ഇവിടെയും ആവർത്തിച്ചു, ഇറാനിലും ആവർത്തിച്ചു. ഇപ്പോൾ വളരെ കൃത്യമായി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കൂ. അവിടുത്തെ റവല്യൂഷണറി ഗാർഡ് ഫോഴ്സിനെ പോലും അമേരിക്കയ്ക്കൊപ്പം നിൽക്കൂ എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ സ്ട്രാറ്റജിയാണ്. ഒരുപക്ഷെ അതിനും സാധ്യതയുണ്ട്. ഈ ഖമേനെയി കൊല്ലപ്പെടുമ്പോൾ ഖമേനെയ്ക്ക് എതിരായി നിൽക്കുന്ന അനവധി ആളുകൾ ഇപ്പുറം വരികയും അതൊരു ഭൂരിപക്ഷമാവുകയും ചെയ്താൽ അമേരിക്കയുടെ അജണ്ട അത് വളരെ കൃത്യമായി നടപ്പിലാകും. തീർച്ചയായും രഞ്ജിത്തെ, ഖമേനിക്ക് എന്തുമാത്രം സപ്പോർട്ടേഴ്സ് ഉണ്ടോ അതുപോലെ തന്നെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അത്രയും കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തെ എതിർക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു റിഫ്ലക്ഷൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഈ പറഞ്ഞ കഴിഞ്ഞ തവണത്തെ പ്രക്ഷോഭങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇവിടുന്ന് ഇപ്പൊ ഈ ഒരു വാർത്ത അറിയുമ്പോൾ തന്നെ പലരും ഇതിനെ അപലപിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇറാന്റെ ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളും അവിടെ ആഹ്ലാദ പ്രകടനം നടക്കുന്ന വീഡിയോകളും അവിടെ അങ്ങനെയുള്ള ന്യൂസുകളും ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിയെ ഉദ്ധരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ അതിന്റെ അർത്ഥം ഖമേനിക്ക് എന്തുമാത്രം സപ്പോർട്ട് ഇറാനിലുണ്ടോ അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് എതിരാളികളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തോടുള്ള അവമതിപ്പുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ ഒരു ആഹ്ലാദ പ്രകടനം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് അവരിൽ നിന്നുള്ള ഒരു ലീഡർഷിപ്പ് ഉണർന്നു വരുമെന്നുള്ള എന്നാണ് അമേരിക്കൻ ഗവൺമെന്റ് ഒരു പ്രതീക്ഷ. അപ്പൊ അങ്ങനെ ആ റിബൽ ആയിട്ട് വരുന്ന ലീഡർഷിപ്പിന് അവിടെ ഇറാന്റെ പരമാധികാരം കൊടുക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലാണ്. രഞ്ജിത്ത് മുമ്പ് പറഞ്ഞു പോകണമെങ്കിൽ തന്നെ വെനിസ്വലയുടെ കാര്യം പറഞ്ഞു. എന്നാൽ വെനിസ്വല എത്ര ഈസി ആയിരുന്നു അതുപോലെ ഈസി ആവും എന്നുള്ളൊരു പ്രഡിക്ഷൻ ഇവിടെ നിന്ന് പോലും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 5-6 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളിൽ കഴിഞ്ഞ തവണ ഈ യുദ്ധത്തിന് പോകുന്ന ആ ഒരു അവസരത്തിൽ തന്നെ അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. അമേരിക്കയിലും കാഷ്വാലിറ്റിയിലും അതായത് ഇവിടെയുള്ള ഭടന്മാരുടെയും സൈനികരുടെയും കാഷ്വാലിറ്റി വന്നേക്കാം, അതൊരു നോർമലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരവും ട്രംപിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഒരിക്കലും ഉണ്ടാവാത്ത ഒരു രീതിയായിരുന്നു ഒന്ന്. രണ്ടാമത്തേത്, ഇത്തവണ ഒരിക്കലും അദ്ദേഹം പറഞ്ഞില്ല ഈ ഒരു നൈറ്റ് കൊണ്ട് അടിച്ചൊതുക്കി തിരിച്ചിറങ്ങി പോരും എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം പറഞ്ഞില്ല. എന്നാൽ ഇവിടെ ഒരു ആഹ്വാനം നടത്തിയത് അല്ലെങ്കിൽ സൈന്യത്തോട് പറഞ്ഞത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഫോർ കപ്പിൾ ഓഫ് വീക്സിലേക്ക് വേണ്ടി പ്രിപ്പയർ ആയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. 2 ആഴ്ച നീളുന്ന ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, നമുക്കറിയാം 3 തവണയാണ് ശ്രീ സജീവൻ ആന്റണി ഇതുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചകൾ നടന്നത്. 3 തവണയും ഈ ചർച്ചകളോട് മുഖം തിരിച്ചു നിന്ന ഖമേനെയിയാണ് നമ്മൾ കണ്ടത്. അമേരിക്ക ഏറ്റവും അവസാനം ഇറാൻ പറയുകയാണ്, അമേരിക്ക തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പുറകോട്ട് വന്നാൽ മാത്രം, നിങ്ങളൊന്ന് കടുപ്പം കുറച്ചാൽ മാത്രമാകും ചർച്ച. പക്ഷെ അവിടെയാണ് ട്രംപിന്റെ മനസാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതായത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ഇനിയും ഒരു സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന് മനസ്സിലാവുകയും
വളരെ കൃത്യമായി യുദ്ധം അല്ലെങ്കിൽ ആക്രമണം ആരംഭിക്കുകയും ചെയ്യുന്നു. കൃത്യമായ നിർദ്ദേശം ഇസ്രായേൽ നൽകുന്നു. അവർ ആക്രമണം ആരംഭിക്കുന്നു. അമേരിക്ക ചേരുന്നു, ബ്രിട്ടൻ ചേരുന്നു. അങ്ങനെ ട്രംപിന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം ലോകരാജ്യങ്ങളോട്, താൻ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. താൻ 3 തവണ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുത്തു. പക്ഷേ ഒരു തരത്തിലും ഇറാൻ അല്ലെങ്കിൽ ഖമനേയി സമ്മതിക്കാത്തത് കൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയതെന്നും വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം. തീർച്ചയായും രഞ്ജിത്തെ, ഇവിടുത്തെ ഒരു ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഫോറിൻ പോളിസി ഡോക്ടറിൻ എന്ന് പറയുന്നത് പീസ് ബൈ സ്ട്രെങ്ത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സമാധാനത്തോടെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അടിച്ചു തീർക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഫോറിൻ പോളിസി ഇപ്പോഴത്തെ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. അവർ 2-3 തവണ ചർച്ചകൾ നടത്തിയിരുന്നു. ഇനി അടുത്ത ആഴ്ചയും ജനീവയിൽ റിപ്പീറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അതിനെ സമാധാനത്തിന്റെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതോടൊപ്പം നമുക്ക് എടുത്തു പറയാൻ പറ്റേണ്ടതല്ല, ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈനിക ശക്തികളെ നമ്മുടെ ഇവിടെയുള്ള മിലിറ്ററി അസറ്റ്സിനെ ആ ഒരു റീജിയനിലേക്ക് വിന്യസിപ്പിക്കാനുള്ള ഒരു സമയം കൂടെ വേണം. റൈറ്റ്, ഇന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ പോയി അടിക്കാൻ പറ്റുന്ന അതുപോലൊക്കെയുള്ള ഒരു ചെറിയ രാജ്യമോ അല്ലെങ്കിൽ മിലിറ്ററി ഒട്ടും ശേഷിയില്ലാത്ത ഒരു രാജ്യവുമായിട്ട് ഇറാനെ നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പോൾ മിലിറ്ററിയുടെ ഒരു പ്ലാനിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് തന്നെ ഈ ഒരു 2-3 ആഴ്ച ഈ അഡ്മിനിസ്ട്രേഷൻ ആവശ്യം കൂടി ഉണ്ടായിരുന്നു എന്നും കൂടെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ യുദ്ധക്കപ്പലുകളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി അവിടെയുള്ള അമേരിക്കൻ അസറ്റുകൾ എവിടെയൊക്കെ വിന്യസിക്കാൻ പറ്റുമോ, പ്രത്യേകിച്ച് ജോർദാനിലെ ഖത്തറിൽ അങ്ങനെയുള്ള എല്ലാ ഏരിയയിലും അത് വിന്യസിപ്പിച്ചു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിൽ റീഇൻഫോഴ്സ് ചെയ്ത കാര്യങ്ങളും. അതിനുശേഷമാണ് ഈ ഒരു സ്ട്രൈക്ക് വരുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ഉണ്ടാവും എന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് 2-3 ആഴ്ചകളായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മിനിങ്ങാന്നും ഇന്നലെയും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ അവരുടെ ഒരു പ്രസ് റിലീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി വിൽ നോട്ട് ടോളറേറ്റ് പവർഫുൾ മിസൈൽസ് എയിംഡ് അറ്റ് ദ അമേരിക്കൻ പീപ്പിൾ. These missiles will be destroyed along with Iran's missile production. Iran's naval forces will be destroyed. And as the president said, nuclear weapons as well. അതായത് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. വേണമെങ്കിൽ ഇറാന്റെ ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ വെപ്പൺസിനെ പോലും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പ്രഖ്യാപനം. പക്ഷെ അതത്ര എളുപ്പമായി കരുതാമോ? നമുക്കറിയാം എത്ര ന്യൂക്ലിയർ ബോംബുകളും ഈ ആണവായുധങ്ങളും മറ്റും ഇറാന്റെ പക്കലുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവരുടെ കൃത്യമായ കേന്ദ്രങ്ങൾ അറിയാം. അവിടെ ആക്രമണം നടത്തിയ ഒരു ചരിത്രം കൂടിയുണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മറ്റും. പക്ഷേ അതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് ഇതിന്റെ ഗൗരവം വർദ്ധിക്കില്ലേ? രഞ്ജിത്തെ, ന്യൂക്ലിയർ കപ്പാസിറ്റി അങ്ങനെയുള്ള ഇൻസ്റ്റലേഷൻ കാര്യങ്ങളിലേക്ക് ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. കാരണം അമേരിക്കയിൽ ഇറാനുമായിട്ട് സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു പ്രാഥമിക കാരണങ്ങളിൽ ഒന്ന് ഖമേനി അഡ്മിനിസ്ട്രേഷനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആ റെജിമിനെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ വേറൊരു അമേരിക്ക ഫേവർ ആയിട്ടുള്ള ഒരു ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റോൾ ചെയ്യുക എന്നതോടൊപ്പം തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ന്യൂക്ലിയർ ഡിസാർമമെന്റും ബാലിസ്റ്റിക് മിസൈലുകൾ ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനും. അപ്പൊ അതിന് ഇവിടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ലോക്കലി തന്നെ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഫ്യൂച്ചറിൽ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വാറിലേക്ക് പോകുമ്പോൾ കോൺഗ്രഷണൽ അപ്രൂവൽ എടുക്കാതെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പോയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വലിയൊരു തിരിച്ചടി കിട്ടിയിരുന്നു ഇവിടെ ടാരിഫിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കുക തന്നെ. ഇവിടെയും ചില ഇൻക്ലൂഡിംഗ് 1-2 റിപ്പബ്ലിക്കൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഓൾറെഡി ട്രംപ് അഡ്മിനിസ്ട്രേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പെർമിഷൻ എടുക്കാതെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയി എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇന്റേണലി ചില പ്രശ്നങ്ങൾ ഈ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചലഞ്ചായിട്ട് വന്നേക്കാം. അത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഡൗൺ ദ ലൈനിൽ ഡീൽ ചെയ്യേണ്ടി വരും എന്നുകൊണ്ട് എനിക്ക് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്ദി ശ്രീ സജീവൻ ആന്റണി, താങ്കളുടെ വിശദമായ വിശകലനത്തിന്. വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ലോസ് ആഞ്ചലസിലും മറ്റും നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം ജനം ആഹ്ലാദ പ്രകടനം നടത്തുന്നു. കാരണം അമേരിക്കയുടെ ഒരു ശത്രു കൂടി ഇല്ലാതായിരിക്കുന്നു. പല ശത്രുക്കളെ അമേരിക്ക പലതരത്തിൽ ഇല്ലാതാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒരു തലത്തിൽ അമേരിക്ക പലപ്പോഴും പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞു വെക്കുന്നത് താൻ സമാധാനത്തിനായി ശ്രമിക്കുന്നു, പല യുദ്ധങ്ങളും താൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയാണ് എന്ന് പറയുമ്പോഴും മറ്റൊരു തലത്തിൽ പല സ്ഥലങ്ങളിലും ഇടപെട്ടത് നമുക്കറിയാം. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ, റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ, ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും അവസാനിപ്പിച്ച് താനാണെന്ന് 10-32 തവണ അവകാശവാദം ഉന്നയിച്ച ഒരു ഭരണാധികാരിയാണ് ട്രംപ്. അവിടെ നിന്നാണ് ഇപ്പോൾ
ഒരു രാജ്യത്തെ ആക്രമിച്ച് ഇല്ലാതാക്കുന്നതിലേക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മാറുന്നത് ഇസ്രായേലിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് ഭരണാധികാരിയെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കത്തെ ഇനി ട്രംപ് എങ്ങനെ ന്യായീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ അപ്പോഴും സമാധാന ശ്രമങ്ങളടക്കം താൻ ഒരുപാട് നടത്തി, 3 തവണ ചർച്ചകൾക്ക് മുൻകൈയെടുത്തു. തൻ്റെ നിർദ്ദേശങ്ങൾ, അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാതെ വന്നപ്പോഴാണ് ഇത്തരം ചെയ്തിയിലേക്ക് പോയത് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, ഇറാന്റെ ഇപ്പോഴത്തെ പ്രവർത്തികൾ, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളെ, ഈ യുദ്ധത്തിലൊന്നും പങ്കാളികളല്ലാത്ത സമാധാനപൂർണ്ണമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗൾഫ് രാജ്യങ്ങളെ ഈ റമദാൻ മാസം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.